സൊസൈറ്റിക്ക് മുമ്പിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് INTUC. പോലീസ് നിലപാട് ഇത്തരത്തിൽ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു പറഞ്ഞു. ഡിസംബർ 20-ാം തീയതിയാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മുൻപിൽ നിക്ഷേപതുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വ്യാപാരിയായ സാബു ആത്മഹത്യ ചെയ്തത്. ഇതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു വന്നു. അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. തുടർന്ന് മുൻ ബാങ്ക് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമടക്കം പുറത്തു വന്നതോടെ പ്രതിഷേധം കനത്തു. നിലവിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന ASPയുടെ നേതൃത്വത്തിൽ 9-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 3 ബാങ്ക് ജീവനക്കാർക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് INTUCയുടെ നിലപാട്. CPMന്റെ നിയന്ത്രണത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസ് നിലവിൽ സ്വീകരിച്ചു പോരുന്നത്. ഭീഷണിപ്പെടുത്തി സാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട മുൻ ബാങ്ക് പ്രസിഡന്റിനെതിരെ യാതൊരുവിധ നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റി എന്നൊഴിച്ചാൽ സസ്പെൻഷൻ കൊണ്ട് എന്ത് ഗുണം? 10 ദിവസം ശമ്പളത്തോടു കൂടി വീട്ടിൽ പോയിരിക്കുക, 11-ാം ദിവസം വീണ്ടും ജോലിക്ക് കയറുക. നഷ്ടപ്പെട്ടതൊന്നും തിരികെ കൊടുക്കാൻ കഴിയുന്നില്ല. സസ്പെൻഷൻ അല്ല ആവശ്യം. യഥാർത്ഥത്തിൽ ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇവർക്കെതിരെ നടപടിയെടുക്കണം. മാത്രമല്ല, ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രചരണം നൽകിയ ആളുകൾ ഇന്ന് പുറത്തോട്ട് വലിക്കുക. അവർക്കെതിരെ FIR ഇല്ല, കേസില്ല, നടപടിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സസ്പെൻഷൻ ഒരു പ്രഹസനം മാത്രമാണ്. ഈ സസ്പെൻഷൻ കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാവുന്ന ആരും വിചാരിക്കേണ്ട. ശക്തമായ സമരം, ആ ബാങ്ക് തുറപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമരത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും. കേസ് അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് INTUC മണ്ഡലം നേതൃത്വം വ്യക്തമാക്കി.